നിങ്ങൾ IPv4നെ കുറിച്ചും IPv6നെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ IPv4 അഡ്രസ്സ് നമുക്കറിയാം, ഇതുപോലത്തെ ഒരു അഡ്രസ്സ്. അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ നമ്മൾ 192.168.1.1 ഒക്കെ കാണും. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഞാൻ കൊടുത്തേക്കുന്ന പോലെ തന്നെ 111.164.64.3.1 എന്ന് പറഞ്ഞ് ഈ ഒരു ഫോർമാറ്റിൽ ഇങ്ങനെ വരുന്നതാണ് ആ ഒരു IPv4 അഡ്രസ്സ്. എന്നാൽ IPv6ലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ IPv6 എന്തിനാണ് നമ്മൾ നിർമ്മിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് അത് കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, IPv4 IP അഡ്രസ്സ്, അതായത് ഈ ഒരു ഫോർമാറ്റിലുള്ള IP അഡ്രസ്സ് 32 ബിറ്റിന്റെ ഈ ഒരു IP അഡ്രസ്സ് കണ്ടുപിടിക്കുമ്പോൾ, നമുക്ക് അന്ന് ഉണ്ടായിരുന്നത്, നമ്മൾ വിചാരിച്ചിരുന്നത്, അതായത് ആ ഒരു IP അഡ്രസ്സ് ഉപയോഗിച്ച്, അതായത് നിങ്ങൾക്കറിയാം ഇവിടെ 255 വരെ, 255 255 വരെ ഓരോ നമ്മുടെ ഈ ഓരോ പോർഷനിലും 255 വരെ മാക്സിമം നമ്പേഴ്സ് വരാം. അപ്പോൾ അങ്ങനെ മാക്സിമം നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ IP ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മാക്സിമം ഉണ്ടാകാവുന്ന നമ്പർ, അതായത് മാക്സിമം ക്രിയേറ്റ് ചെയ്യപ്പെടാവുന്ന IP, നമുക്കറിയാം ഓരോ ഡിവൈസിനും അല്ലെങ്കിൽ ഓരോ എൻഡിലുള്ള ഓരോ റൗട്ടേഴ്സിനും നമുക്ക് ആ ഒരു പബ്ലിക് IP കൊടുക്കുമ്പോൾ ഓരോ IP സെറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും IP സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം സെറ്റ് ചെയ്യാവുന്ന IP ഈ ഒരു IPv4 ഫോർമാറ്റിലാണെങ്കിൽ എത്രയാണ്? 4 ബില്യൺ ആണ്. 4 ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയായി? ആ ഒരു ഈ കാണുന്ന ഒരു നമ്പറാണ്. അതായത് 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, അതായത് ഒരു 42 കോടി, ഒരു 42 കോടിയോളം, അതായത് 4 ബില്യൺ 4 ബില്യൺ നമ്പേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഐ മീൻ 4 ബില്യൺ IPകളാണ് ഈ ഒരു IPv4 ഫോർമാറ്റിൽ നമുക്ക് കിട്ടുന്നത്. എന്നാൽ എവിടെയാണ് പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫോർമാറ്റിലുള്ള, അതായത് IPv4ൽ വരുന്ന ഈ ഒരു 4 ബില്യൺ നമ്പേഴ്സ്, IP നമ്പേഴ്സ് മതിയാകില്ല ഇനി വരുമ്പോൾ. അതായത് കാരണം അത്രത്തോളം പോപ്പുലേഷനും അത്രത്തോളം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആ ഒരു എണ്ണവും കൂടിയപ്പോൾ എന്ത് പറ്റി? IPv4 അഡ്രസ്സും പറ്റാതെയായി. കാരണം അത് ഫുള്ളായി, അല്ലെങ്കിൽ അതിൽ കൂടുതൽ IP അഡ്രസ്സ് റിലീസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു IPv6ന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോഴാ IPv6 എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത്രയും നീളത്തിലുള്ള, അതായത് ആൽഫബറ്റിക് കൂടിയുള്ള ഒരു വലിയൊരു IP അഡ്രസ്സാണ് IPv4 ഫോർമാറ്റ് എന്ന് പറയുന്നത്. IPv6 ഫോർമാറ്റ് എന്ന് പറയുന്നത്, അതിനകത്ത് ഇപ്പോൾ ഈ കാണുന്ന ഒരു IPv6 ആണ്. അതായത് ഇതുപോലെ ഒരു 4 ഡിജിറ്റ്, ഐ മീൻ ഡിജിറ്റ് അല്ല, ഡിജിറ്റും ആൽഫബറ്റിക്കും കൂടി 4 പോർഷൻ വരുന്ന 1 2 3 4 5 6 7 8, അങ്ങനെ 8 4എണ്ണത്തിന്റെ 8 പോർഷനിൽ വരുന്ന ഇതാണ് ഒരു IPv6 അഡ്രസ്സ് എന്ന് പറയുന്നത്. 76DC 4F59 അങ്ങനെ ആ തുടങ്ങുന്ന ഇത്രയും വലിയൊരു അഡ്രസ്സാണ് IPv6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് 340 അൺഡെസിലിയൻ അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഡെസിലിയൻ എന്ന് വെച്ചാൽ നമുക്ക് വായിക്കാനും പറ്റില്ല, ഈ വാക്ക് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഇത് ഇത്രയും ഈ ഒരു നമ്പറാണ്, ഇത്രയും IP അഡ്രസ്സാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണത് ഈ ഒരു IPv6 ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇത് കൗണ്ട്ലെസ്, ഇതെന്തായാലും തീരില്ല. ഇത് ഭൂമി അവസാനിക്കുന്നത് നമുക്ക് ഈ ഒരു അഡ്രസ്സ് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം. കാരണം അതിലും മേളിൽ എന്തായാലും പോകില്ല. അപ്പോൾ ആ IPv6 ഉണ്ടായത് അങ്ങനെ ഒരു ഒന്നിന് വേണ്ടിയിട്ടാണ് IPv6 ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഷോർട്ടായി നമുക്ക് ഈ IPv4 ഉണ്ടാകുന്ന ഈ ഇത്തരം IP അഡ്രസ്സുകൾ മതിയാകാതെയായി. അതായത് ഓരോ പബ്ലിക് IP അഡ്രസ്സ് നമുക്കറിയാം, ഓരോ ആൾക്കും ഓരോ IP അഡ്രസ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലെ പബ്ലിക് IP അഡ്രസ്സ് കൊടുത്തപ്പോൾ, അതായത് ഓരോ കണക്ഷൻ എടുക്കുന്നവർക്കും ഓരോ IP അഡ്രസ്സ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ്, നമ്മുടെ നേരത്തെ വീഡിയോസുകളെടുത്ത് കാണുക, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു IP അഡ്രസ്സുകൾ, ആ പബ്ലിക് IP അഡ്രസ്സായിട്ട് റിലീസ് ചെയ്ത് അത് റൺ ഔട്ടായി. ആ പറഞ്ഞ 42 കോടി അഡ്രസ്സ്, അല്ലെങ്കിൽ 4 ബില്യൺ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. അപ്പോഴാണ് ഈ ഒരു അഡ്രസ്സിലോട്ട് വരുന്നത്. അതായത് IPv6 അഡ്രസ്സ്, നിങ്ങൾക്ക് മൊബൈലിലൊക്കെയാണ് നിങ്ങൾ കണക്ഷൻ ഡേറ്റ എടുത്തേക്കണമെങ്കിൽ മൊബൈലിലൊക്കെ IPv6ന്റെ അഡ്രസ്സ് അതിനകത്ത് സെറ്റിംഗ്സിൽ, വൈഫൈ സെറ്റിംഗ്സിലല്ല, മൊബൈലിൻ്റെ നെറ്റിൻ്റെ സെറ്റിംഗ്സിൽ കാണാൻ പറ്റും. IPv6 അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു നീളത്തിലുള്ള അഡ്രസ്സ് കാണാൻ പറ്റും. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊരു ലോകാവസാനം വരെയൊക്കെ നമുക്ക് ഫുള്ളാവാതെ തന്നെ നമുക്ക് ആ ഒരു മൊത്തം അഡ്രസ്സ് നമുക്ക് ഈ IPv6ൽ നമുക്ക് ലഭിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ട് IPv6 വരാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ ഉള്ള എല്ലാ റൗട്ടേഴ്സിലൊക്കെ IPv6 ഓൾറെഡി സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. IPv6ൻ്റെ ഓപ്ഷനിലോട്ട് മാറ്റിയിടുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മോഡങ്ങളൊക്കെ. ഇനി അത് കംപ്ലീറ്റ് IPv6ലോട്ട് പോകും. ഇപ്പം നിലവിൽ IPv4ഉം v6 കൂടി ഉള്ള ഒരു പോർഷനിലാണ് ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് IPv4 കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് IPv6ലോട്ട് വരും. IPv6ലോട്ട് വരുമ്പോൾ ഉള്ളൊരു വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സബ്നെറ്റ് മാസ്ക് ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത്രയും വലിയൊരു ഇതായതുകൊണ്ട് തന്നെ, IP പോർഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു സബ്നെറ്റ് മാസ്കിൻ്റെ ആവശ്യമില്ല. അതായത് അത്രയും വലുതാണ്, അതിന് സബ്നെറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ IPv4ൽ നിന്നും IPv6 വരാനുള്ള പ്രധാന കാരണം ഇതാണ്, മനസ്സിലാക്കിയിരിക്കുക.